ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ നാളെ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന ഈ വീക്കെൻഡിൽ വരുന്ന ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്ന സാന്ത്വനം 2-ന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടാലോ. ആകെ തട്ടം തരികിടം മറിയണ ലക്ഷണങ്ങളാണ്. കാരണം കള്ളനെ കയ്യോടെ പിടിക്കുകയാണ്. അതാരാണ്? നമ്മുടെ ആനന്ദ് തന്നെ മുൻകൈ എടുത്ത് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അതായത് നമ്മുടെ ആകാശും മീനാക്ഷിയൊക്കെ ചേർന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആനന്ദം ഉണ്ടായിരുന്നു. അപ്പൊ ആകാശ് ഇങ്ങനെ പലരും കടയിൽ ഇനി വേറെ ആരെങ്കിലും ഈ പല ഇതുപോലെയുള്ള ക്രിമിനൽസുകളൊക്കെ കടയിൽ സാധനം മേടിക്കാൻ എന്ന മട്ടിൽ വന്നു കഴിഞ്ഞാലും ഇവർ സാധനങ്ങളൊന്നും മേടിക്കേണ്ട, പതുക്കെ നമ്മുടെ സ്റ്റാഫിന്റെ കണ്ണ് വെട്ടിച്ച് പതുക്കെ ഡ്രോ അങ്ങനെയൊക്കെ എടുത്തോണ്ട് പോയെന്നും വരാം. അങ്ങനെയൊക്കെ ആണോ ഇത് സംഭവിച്ചത് എന്നൊക്കെയുള്ള ചർച്ചകൾ അവർ നടത്തിയാണ്. അപ്പോഴാണ് നമ്മുടെ ആനന്ദ് ചോദിക്കുന്നുണ്ട്, അല്ലാണ്ട് പുറമേ നിന്ന് ആരെങ്കിലും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ആകാശ് പറയുന്നത് അങ്ങനെ ആരും വരാറില്ല. പിന്നെ ദേവി ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഉദയഭാനു സാറ് വരാറുണ്ട്. സാറ് വന്ന ഇടയ്ക്ക് നമ്മളെ പോലെ തന്നെ കസ്റ്റമർ വരാണെങ്കിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുകയും കൗണ്ടറിൽ പൈസയൊക്കെ ഇടാനും അങ്ങനെയൊക്കെ സാറ് പിന്നെ അങ്ങനെയാണല്ലോ, സാറിന് അങ്ങനെ ഒരു വലിയവൻ എന്നുള്ള ഒരു അഹങ്കാരവും ഇല്ലാത്ത ആളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട്, അയ്യോ സാറ് അങ്ങനെയാണ്, സാറിന് ദേവിയേട്ടത്തി അവിടെ നിൽക്കുന്നത് തന്നെ എന്തെങ്കിലും ഇഷ്ടക്കുറവാവോ എന്നുള്ള പേടിയാ എനിക്കെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ നമ്മുടെ ആനന്ദിനൊരു സംശയം, ഓഹോ ഇദ്ദേഹം അവിടെ വിളയാടാനായിട്ട് വന്നായിരുന്നു, ഇതൊന്നും ആനന്ദ് അറിയുന്നില്ല. അപ്പൊ ആനന്ദിന് ആകെ ഒരു ഇതാണ് സംശയം. എന്ന് വെച്ചാൽ ഇയാൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പണം കണ്ടാൽ എന്തായാലും കൈയിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അങ്ങനെ നമ്മുടെ ആനന്ദ് നമ്മുടെ ജോലിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ശ്രീയലയെ കാണുകയാണ്, അതായത് നമ്മുടെ ദേവിയുടെ അമ്മയെ കാണുകയാണ്. നല്ല AC കാറിലൊക്കെ അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് വന്നിറങ്ങുകയാണ്. ആനന്ദിനെ കണ്ടത് നമ്മുടെ സ്ത്രീകൾക്ക് ആകെ ഒരു കള്ളത്തരം പരിങ്ങലും ഒക്കെ ആയിപ്പോയി. കാരണം വേറൊന്നുമല്ല, ആനന്ദ് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അത് വേറെ ഒരു ഇതിലായി പോവില്ലേ. ഇത്രയും നാളെ പണവും ഇല്ലാണ്ട് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് AC കാറിലൊക്കെ വന്നിറങ്ങണം. അപ്പൊ ആനന്ദ് ഒന്നും അറിയാത്ത മട്ടിൽ ചെന്ന് ചോദിച്ചു, അല്ലാണ്ട് ഇതെന്താണ് വലിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ മട്ടം ഉണ്ടല്ലോ. അപ്പോഴേക്ക് സ്ത്രീകളെ പതുക്കെ പരിങ്ങി കൊണ്ടുപോയി, അതെ മോനെ ഇപ്പോ പിന്നെ ഉദയഭാനു ചേട്ടന് ഇച്ചിരി പഴയ ആൾക്കാരൊക്കെ പൈസ കൊടുക്കാനൊക്കെ ഉള്ളത് ഇച്ചിരിച്ച് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതെയോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയേടാ മോനെ എന്ന് പറഞ്ഞു. ആണോ, ഓ എന്തായാലും നന്നായി. എന്നിട്ട് സ്ത്രീകളെ പറയുന്നുണ്ട്, മോള് സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. എന്റെ ആനന്ദിന് ഇത് എവിടെന്നാ പൈസ കിട്ടിയത്, എത്ര രൂപയെന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. അപ്പൊ ആനന്ദ് പതുക്കെ ചോദിക്കണേ. അപ്പൊ പൈസയൊക്കെ ഇനി പതിയെ കിട്ടി തുടങ്ങുമായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. കിട്ടി തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്കൊരു 2000 രൂപ കൊണ്ട് ഉദയഭാനു ചേട്ടൻ തന്നു. എപ്പോ പണം കിട്ടിയാലും എന്റെ കയ്യിൽ കൊണ്ട് തരും. ഇന്നലെ വന്നപ്പോഴത്തേക്ക് 25,000 രൂപ കഴിഞ്ഞ ദിവസം, ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതാ മോനെ, പൈസ കിട്ടുമ്പോഴല്ലേ പറ്റുള്ളൂ. പിന്നെ ദേവിയുടെ അനുജത്തിക്ക് കല്യാണം വരുന്നുണ്ട്, മോന് ദേവിമോളെ കൊണ്ട് വീട്ടിലൊന്നും ആക്കല്ലേ കേട്ടോ മോനെ. കാരണം നല്ല ആലോചനകളൊക്കെ വന്നു കഴിഞ്ഞാല് ചേട്ടത്തിയെ മൂത്തവളെ കെട്ടിച്ചു വിട്ടിട്ട് അവള് വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറയില്ലേ. ഇതൊക്കെ കേട്ടപ്പോ ആനന്ദ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പാവം എന്റെ ഒന്നും അറിയാത്ത എന്റെ ധർമ്മമാമനെ കള്ളനാക്കി പടിക്ക് വെളിയിലാക്കിയിട്ട് അവളും അവളെ അച്ഛനും തന്തയും കൂടെ കാണിക്കണം വിളയാടൽ കണ്ടില്ലേ എന്ന രീതിയിൽ ആനന്ദ് മനസ്സിലിങ്ങനെ ഓർത്ത് നിൽക്കുന്നത്. എന്നാ ശരി ആന്റി, ഓക്കെ ആയിക്കോട്ടെ, എന്തായാലും കടങ്ങളൊക്കെ പെട്ടെന്ന് തീർന്ന് ഒന്ന് ഉഷാറാവട്ടെ നിങ്ങൾ എന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ സ്ത്രീകളെയും ഭയങ്കര സന്തോഷമായി അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ആനന്ദ് നേരെ ഗോമതി സ്റ്റോഴ്സിലോട്ട് ചെല്ലാണ്. അവിടെ ചെന്നപ്പോ രാമേട്ടനൊക്കെ ഒരു ചെറിയ പരിഭവവും സങ്കടവും ഒക്കെ ആയിരുന്നു. കാരണം ധർമ്മൻ അങ്ങനെ പോയല്ലോ. അപ്പോഴും നമ്മുടെ ബാലൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൻ പെട്ടെന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞ് ഡ്രോ തുറന്ന് പൈസ എടുക്കണു, എന്നിട്ട് കുറെ നേരം നോക്കി നിൽക്കുന്നു. അപ്പൊ തന്നെ ആദ്യമായിട്ടാണ് ധർമ്മന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മാറ്റം വന്നതെന്നൊക്കെ ഉള്ളത് ബാലൻ പറയുന്നുണ്ട്. പിന്നെ അന്നേ ദിവസം തന്നെ 25,000 രൂപയുടെ വാച്ച് കൊണ്ട് സുകന്യക്ക് കൊടുക്കണു, 25,000 രൂപ അവിടെ നിന്ന് കാണാണ്ടാവണു. അപ്പൊ ബാലരാമേട്ടൻ പറയാം, ഞാൻ ചോദിക്കുന്നതിലോ പറയുന്നതിലാണോ തെറ്റ്, ആരായാലും സംശയിക്കില്ല. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ രാമേട്ടനും മനസ്സിലായി എന്തോ ഒരു ചെറിയ കള്ളത്തര അതിലും മണക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും വർഷത്തിനിടയിൽ ധർമ്മന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് രാമേട്ടൻ പറയണത്. അപ്പൊ ബാലൻ പറഞ്ഞു, അവന് നമ്മളോട് കാര്യം എന്താണെങ്കിലും തുറന്നു പറഞ്ഞൂടെ. അങ്ങനെയൊക്കെ ബാലൻ പറഞ്ഞപ്പോ രാമേട്ടനും എന്തോ ഒരു പന്തികേട് ധർമ്മനില്
തോന്നുകയാണ്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രാമേട്ടന്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറേണ്ട കേട്ടോ. ഇതേ സമയം നമ്മുടെ ആനന്ദ് കടയിലോട്ട് വരെയാണ്, ഗോമതി സ്റ്റോഴ്സിലോട്ട്. കടയിൽ പറഞ്ഞ സമയം ദേവിയും രാമേട്ടനും മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്തോ ആവശ്യത്തിനായിട്ട് പോയിക്കണമെന്ന് അറിഞ്ഞായിരുന്നു. ആ സമയം രാമേട്ടൻ എന്തായാലും മോനെ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് രാമേട്ട എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണമെന്ന്. അങ്ങനെ രാമേട്ടനെ പതുക്കെ അവിടെ നിന്ന് മാറ്റി നിർത്തണം, കാരണം ദേവിയായിട്ട് സംസാരിക്കണമായിരുന്നു. അങ്ങനെ ആനന്ദ് ദേവിയായിട്ട് സംസാരിക്കുന്നു. എടി, ഇത്രയും നാള് നിന്റെ തന്ത ഇവിടെ കിടന്ന് കള്ളത്തരം കാണിച്ചിട്ട് എന്റെ ആ മാമനെ ആ കള്ളത്തരം ചുമത്തി പുറത്താക്കിയല്ലേ എടി എന്ന് പറഞ്ഞു. ആനന്ദായിട്ട് എന്താ ഈ പറയണ? അപ്പൊ ദേവിയുടെ അടുത്ത് ആനന്ദ് പറഞ്ഞു, അതെ, നിന്റെ കള്ളത്തരവും കണ്ണീരൊന്നും എന്റെ മുന്നിൽ എടുക്കണ്ട ദേവി. ദേ സത്യം പറഞ്ഞോ, അച്ഛനും മോളും കൂടെ എത്ര രൂപ ഇവിടെ നിന്ന് മൊത്തം മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ പറയും, എന്താ ആനന്ദേട്ട ഈ പറയണത്? അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു? അച്ഛൻ കള്ളത്തരം ചെയ്തു എന്തൊക്കെയാ പറയണ ആനന്ദേട്ട? അതെ, കഴിഞ്ഞ ദിവസം ഒരു 2000 രൂപ അതിനു മുന്നേ അല്ല, ആദ്യം ഒരു 2000 രൂപ, പിന്നെ ഒരു 25,000 രൂപ, ഇത്രയല്ലേ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടേക്കുന്നത്. ഇന്നലെ നിന്റെ അച്ഛൻ ഇവിടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല ആനന്ദേട്ട, ഇന്നലെ അച്ഛൻ വന്നിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നീ അറിഞ്ഞിട്ടില്ല? നീ രാമേട്ടന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. നിന്റെ അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ 50,000 രൂപ മേശപ്പുറത്ത് വെച്ചിരുന്നു, 25,000 രൂപയുടെ കെട്ട് നിന്റെ അച്ഛൻ എടുത്തിട്ടുണ്ട്. ഇല്ല ആനന്ദേട്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആനന്ദേട്ടൻ ദൈവത്തെ ഓർത്ത് പറയരുത്. എന്റെ അച്ഛൻ കാര്യം കുറച്ച് കടവും കെണിയും ഉണ്ട്, കടക്കെണികളിൽ പെട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അച്ഛൻ ആരെയും പണം കക്കാനൊന്നും പോയിട്ടില്ല. എടി, ഞാൻ എല്ലാ സത്യങ്ങളും തെളിയിപ്പിച്ചിട്ടാടി വന്നിരിക്കുന്നത്. നിന്റെ അമ്മയെ കണ്ട് നിന്റെ അമ്മ ഓരോ കണക്ക് കറക്റ്റ് ഡേറ്റ് സഹിതം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇവിടെ CC ക്യാമറ ഉണ്ട്, ഞാനത് നോക്കിക്കഴിഞ്ഞാല് നിന്റെ തന്തയുടെ എല്ലാ കള്ളത്തരവും ഞാൻ പൊളിച്ചടിക്ക് അച്ഛന്റെ കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ടോ. എന്തൊക്കെയാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം ദേവി, നീ ഇന്ന് തന്നെ വീട്ടിൽ പോയി ആ പണം ഇവിടെ കടയിൽ എത്തിയിരിക്കണം. അപ്പൊ ദേവി പറഞ്ഞു, ആനന്ദേട്ടൻ ഞാൻ എന്ത് ചെയ്യാൻ ആനന്ദേട്ടൻ പറയണ? നീ നിന്റെ അച്ഛനെ വിളിച്ച് ചോദിക്കടി, ഈ പണമൊക്കെ എന്ത് ചെയ്തു എന്ന്. ആ പണം ഇന്ന് രാത്രിക്കുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം. എന്നിട്ട് എന്റെ അച്ഛനോട് സത്യങ്ങളെല്ലാം പറയണം. നിന്റെ തന്ത ഉദയഭാനുവാണ് ആ പണം എടുത്തതെന്നുള്ളത് പറയണം. അത് കേട്ട് ദേവി ആകെ പേടിച്ചിരിക്കാൻ കേട്ടോ. ആ സമയത്ത് എന്നിട്ട് ആനന്ദ് അങ്ങ് പോവാണ്. എന്നിട്ട് ഈ സമയം ദേവി ആലോചിക്കുന്നു, അച്ഛൻ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തു കാണുമോ? ഒരിക്കലും ഇല്ല, അച്ഛൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ള കുറെ ചിന്തകൾ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആ വരണ ഉദയഭാനു സാർ തന്റെ തന്തപ്പടി. അപ്പൊ വന്നിട്ട് പറഞ്ഞ്, അപ്പം ദേവിക്ക് ഇതെല്ലാം മനസ്സിൽ കിടക്കുകയാണ്. ദേവി മിണ്ടിയിലട്ടോ, ദേവി മിണ്ടാണ്ടിരിക്കുക. അച്ഛ വാച്ച പതിവില്ലാത്ത സ്വീകരണമൊക്കെ കൊടുത്തു. അച്ഛ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇരുത്തുന്നുണ്ട്. ഇന്ന് ഇവർക്ക് എന്നോട് വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അച്ഛാ, ബൂസ്റ്റ് വേണ്ടേ കൊണ്ടുപോവാന്? പിന്നെ വേണം വേണം. ഞാൻ മറന്നുപോയി മോളെ എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു വെച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ദേവി എന്ത് ചെയ്യും? അച്ഛൻ അവിടെ ഇരിക്കുകയാണല്ലോ. ഈ സമയം നേരെ പോയി ബൂസ്റ്റ് എടുക്കുന്ന മട്ടി പോയിട്ട് ദേവി ഒളിച്ചു നിന്ന് അവിടെ നിന്ന് നോക്കും കേട്ടോ. നോക്കുമ്പോ ഉദയഭാനു സാർ ആ ഡ്രോ തുറന്നിട്ട് കുറെ പണം എടുത്ത് ആ ഷർട്ടിന്റെ അകത്തോട്ട് കയറ്റി വെക്കുന്നു കേട്ടോ. ഇത് കണ്ട് ദേവി കണ്ണ് തള്ളേണ്. ആനന്ദേട്ടൻ പറഞ്ഞത് എന്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഉദയഭാനുവിന്റെ കള്ളത്തരങ്ങൾ മൊത്തം പിടിക്കാൻ കേട്ടോ. അങ്ങനെ ദേവി അവിടെ കിടന്ന് നല്ല രീതിക്ക് ഉദയഭാനുവിനെ ഓടിച്ച് മടക്കി ഏറി നിർത്താൻ കേട്ടോ. തമിഴില് ചവിട്ടി പുറത്താക്കിയാണ്. സ്വന്തം അച്ഛനാണെന്നൊന്നും നോക്കൂല, ഈ കള്ളത്തരം ചെയ്തിട്ട് അങ്ങനെയാണ് തമിഴില് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ മലയാളത്തില് മിക്കവാറും ദേവി സത്യങ്ങളെല്ലാം തെളിയിച്ച് ബാലന്റെ അടുത്ത് നമ്മുടെ ഉദയഭാനുവിനെ കൊണ്ടുപോകും. പക്ഷെ അച്ഛൻ മോഷ്ടിച്ചു എന്നല്ല, അച്ഛന്റെ കയ്യിലെ ATM പൈസ അങ്ങനെയൊക്കെ എന്തോ ഗൂഗിൾ പേ സംബന്ധിച്ചൊക്കെ എന്തോ 1-2 കേസൊക്കെ പറഞ്ഞാണ് ഈ നമ്മുടെ ദേവി ആ പൈസ ആയിട്ട് നമ്മുടെ ബാലന്റെ അടുത്ത് ചെല്ലണത് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നല്ല ത്രില്ലിങ് രംഗങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. ഉദയഭാനുവിന്റെയും അതുപോലെ തന്നെ മോളുടെ എല്ലാ കള്ളത്തരങ്ങളും ആനന്ദ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആനന്ദും ഡയറക്റ്റ് ദേവിയുടെ അച്ഛന്റെ കള്ളത്തരം ബാലന്റെ അടുത്ത് പറയില്ല. അതിന് പകരം ഉദയഭാനു സാർ ഇങ്ങനെ പൈസയുടെ എന്തോ ഷോർട്ടേജ് വന്നപ്പോ അന്ന് എടുത്തായിരുന്നു എന്നുള്ള രീതിയിൽ ആനന്ദും ബാലന്റെ അടുത്ത് പറയുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ.
സത്യം പറഞ്ഞ നമ്മുടെ സാന്ത്വനം 2 ഭയങ്കര ഒരു ത്രില്ലിങ് രീതിയിലൊക്കെയാണ് പോണത് കേട്ടോ. അടുത്ത ആഴ്ചയിൽ വരുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ മിത്രയ്ക്ക് ഇനി ഒരു 15-ാം തീയതി ഒരു ഡേറ്റിൽ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന്റെ അടുത്ത ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതില് മിത്ര നല്ല രീതിയിൽ കൂടെ ഹാൻഡിൽ ചെയ്ത് നന്നായിട്ട് എല്ലാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവാനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അച്യുതനും നമ്മുടെ അലോകും കൂടെ ചേർന്നിട്ട് നമ്മുടെ മിത്രയ്ക്ക് എന്തോ ഒരു അപകടം വരുത്താനുള്ള പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ടെസ്റ്റിന് പോവാൻ പറ്റാണ്ടായാൽ മിത്രയുടെ ജീവിത അഭിലാഷമായ SI ടെസ്റ്റ് കംപ്ലീറ്റ് ആവില്ല. അങ്ങനെ അതെല്ലാം ഇതായി പോകും. അതിനു വേണ്ടിയിട്ട് അച്യുതനും അലോകും ഒക്കെ വേണ്ട കളി കളിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല പിന്നെ നമ്മുടെ ധർമ്മൻ ധർമ്മൻ നമ്മുടെ ഈ സുകന്യ ആദ്യ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നും സുകന്യയുടെ ചില കള്ളത്തരങ്ങളൊക്കെ ധർമ്മൻ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ധർമ്മൻ ഈ അടുത്തൊന്നും നമ്മുടെ ദേവമംഗലത്തോട്ട് തിരിച്ചു പോകുന്നില്ല. പക്ഷെ ധർമ്മൻ എല്ലാം മനസ്സിലാക്കി പോകുന്ന ഒരു സമയം വരും. അപ്പോഴേക്കും ഈ സുകന്യയുടെ എല്ലാ കള്ളത്തരങ്ങളും ധർമ്മൻ മനസ്സിലാക്കുകയും ചെയ്യും കേട്ടോ. അത് കൂടാണ്ട് പിന്നെ നമ്മുടെ ധർമ്മനും നമ്മുടെ അച്യുതനും കൂടെ ചില പ്ലാന് ഇങ്ങനെ, അതായത് ധർമ്മൻ ആ പ്ലാനിൽ കൂടുന്നൊന്നുമില്ല. നമ്മുടെ ധർമ്മന്റെ അടുത്ത് അച്യുതന്റെ മനസ്സിലെ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇത്രയാണ്: നമ്മുടെ അനുശ്രീക്ക് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ വന്നത് മുതൽ ഇതുവരെ അലോകിനോട് പെരുമാറിയിരിക്കുന്ന രീതികൾ വെച്ച് അച്യുതൻ പല കാൽക്കുലേഷനും ചെയ്തു വച്ചൊക്കെയാണ്. അപ്പൊ ധർമ്മം പറയും, ഏട്ടൻ എന്തൊക്കെയായി പറയണം. അപ്പൊ അച്യുതൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണേ. എടാ, നീ വന്നിപ്പോ 2 ദിവസം നീ അവരെ റൂമിൽ നിന്ന് കേൾക്കുന്ന ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്നില്ലേ? അപ്പൊ ധർമ്മം പറയാ, ചേട്ടാ, അത് അവരുടെ പ്രായത്തിൽ അവരുടെ ഓരോ റൊമാൻറ്റിക് രീതിയും കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഇടപെടണോ? എന്ത് റൊമാൻറ്റിക്? അവള് നല്ല ഇടി അടിയോടെ അവന് കൊടുക്കണത്. നീ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അനുവിനെ ഒന്നീ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വല്ല ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചോ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും എത്തില്ല എന്നുള്ളതൊക്കെ പറയണം. അപ്പൊ ധർമ്മം പറയുന്നുണ്ട്, അനു അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. പിന്നെ ധർമ്മനും അവളോടൊരു ദേഷ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുടുംബത്തിന് ഇത്രയും ചീത്തപ്പേരുണ്ടാക്കിയിട്ട് അവൾ അവസാന നിമിഷം വരെ അലോകിനെ കെട്ടുള്ളൂ, അലോകിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷത്തില് അലോകിന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു രീതി, അത് ഒരിക്കലും എനിക്കും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അത് കൂടാണ്ട് പിന്നെ ഈ നമ്മുടെ മീനാക്ഷി ആനന്ദും ആകാശും ഒക്കെ ഇങ്ങനെ ഈ CCTV ക്യാമറ ചെക്ക് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് അവര് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ദേവിയുടെ അച്ഛൻ ഉദയഭാനു പൈസ എടുക്കുന്ന സീനൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ആനന്ദ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിയൂലേ, തന്റെ ഭാര്യയുടെ അച്ഛന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ആനന്ദിന്റെ ഒക്കെ ഒരു വില പോകും. അതുകൊണ്ട് അവർ അതൊക്കെ വളരെ പേടിച്ച് ഇങ്ങനെ ആനന്ദിരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ രാമേട്ടനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. രാമേട്ടൻ ആ കട വിട്ടിറങ്ങി പോവാന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ട് ബാലന്റെ കൂടെ. ഞാനും എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത് എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും ഈ നമ്മുടെ ഉദയഭാനുവിന്റെ കള്ളത്തരം പൊളിച്ചടുക്കി തന്നെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ആനന്ദ്. പക്ഷെ ദേവി സ്വന്തം അച്ഛനെ കുറിച്ച് കള്ളത്തരങ്ങൾ പറയും, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പല ഇതും പറയും. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്വന്തം മകളുടെ ജീവിതം കുളം തോണ്ടിക്കൊണ്ട് ഒരു അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള ഒരിക്കൽ പോലും നമ്മുടെ ദേവി മനസ്സിൽ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ഉദയഭാനു ചെയ്യണത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വരും എപ്പിസോഡിൽ നമ്മുടെ സാന്ത്വനം 2 എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം. ഇത് മാത്രമല്ല, ഇനി നമ്മുടെ ബാലന്റെ അടുത്ത് നമ്മുടെ അനുശ്രീ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തന്നെ അലോക് പിടിച്ചുകൊണ്ട് പോയതാണെന്നും ഈ സുകന്യേട്ടത്തി പല പ്രാവശ്യമായിട്ട് ആ ബന്ധം ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടും അലോകിന്റെ ഫോൺ കൊണ്ട് എനിക്ക് തരികയും അലോകിന്റെ ഭീഷണി എന്നെ പേടിപ്പിക്കുകയും AI പോലെയുള്ള എന്റെ അലോകിന്റെ ഫോട്ടോകൾ കാണിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ ശ്രമിച്ചായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ബാലന്റെ അടുത്തും എല്ലാം തുറന്നു പറയുന്ന സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒത്തിരി വൈകി പോകത്തില്ല, ഈ അടുത്ത ഇനി വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ദേവി
നമ്മുടെ ബാലന്റെ അടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അച്ഛനെ കള്ളനാക്കിക്കൊണ്ടല്ല ദേവി പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2 ഇനി ഏതെല്ലാം രീതിയിലാണ് മാറി മറിയുന്നത് അല്ലെ. നല്ല അടിപൊളി ടെസ്റ്റുകളാണ്, അധികം എഴുപ്പിക്കാണ്ട് നമുക്ക് ബോറൊന്നും അടുപ്പിക്കാണ്ട് തന്നെയാണ് സാന്ത്വനം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഇടുന്ന നമ്മുടെ മഴതോരും മുൻപേ അല്ലെ, ഇനി എന്താവും സ്റ്റാൻലി എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മുടെ അലീന ഇനി സ്റ്റാൻലിയുടെ മകളായാണോ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ നമ്മുടെ 2 സീരിയൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മറ്റൊരു ചാനലായ സുമി മുഫാസ് മൺസിനും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് തന്നെ നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.